بسم الله الرحمن الرحيم. إنا عرضنا الأمانة على السماوات والأرض والجبال فأبين أن يحملنها وأشفقن منها وحملها الإنسان إنه كان ظلوما جهولا ليعذب الله المنافقين والمنافقات والمشركين والمشركات ويتوب الله على المؤمنين والمؤمنات وكان الله غفورا رحيما. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1467 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 33-ാമത്തെ അധ്യായമായ സൂറത്തുൽ അഹ്സാബിലെ അവസാനത്തെ 72-73 ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا عرضنا الأمانة على السماوات والأرض والجبال فأبين أن يحملنها وأشفقن منها وحملها الإنسان إنه كان ظلوما جهولا ليعذب الله المنافقين والمنافقات والمشركين والمشركات ويتوب الله على المؤمنين والمؤمنات وكان الله غفورا رحيما. صدق الله العلي العظيم. സൂറത്തുൽ അഹ്സാബിലെ അവസാനത്തെ രണ്ടായത്തുകൾ 72-73 ഈ രണ്ടായത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഒട്ടേറെ സുപ്രധാനമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന സൂറത്തുൽ അഹ്സാബിന്റെ ഏറ്റവും പ്രൗഢഗംഭീരമായ ഒരു ഉപസംഹാരമാണ് ഈ രണ്ടായത്തുകളിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. കഴിഞ്ഞ ദിവസം നമ്മൾ പഠന വിധേയമാക്കിയ ആയത്തുകളിൽ അല്ലാഹു സത്യവിശ്വാസികളോടായിട്ട് പ്രത്യേകം പറയുന്ന ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. അള്ളാഹുവിന്റെ പ്രവാചകനെ യാതൊരു നിലക്കും ഉപദ്രവിക്കുന്ന ഒരു നിലപാട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൂടാ. സത്യവിശ്വാസികളെ നിങ്ങൾ മൂസ അലൈഹിസ്സലാമിനെ ദ്രോഹിച്ച ബനൂ ഇസ്രായേലിനെ പോലെ നിങ്ങൾ ആവരുത് എന്നാണ് അള്ളാഹു പ്രത്യേകമായിട്ട് അവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായത്. ബനൂ ഇസ്രായേൽ സമൂഹം മൂസ അലൈഹി ഇസ്ലാമിനോട് വളരെയേറെ നന്ദികേട് കാണിച്ചുകൊണ്ടാണ് പെരുമാറുകയുണ്ടായത്. അവരുടെ വിമോചകനായി അവരകപ്പെട്ടിരുന്ന അതികിരാതമായ അവസ്ഥകളിൽ നിന്ന്, അവരനുഭവിച്ചിരുന്ന അടിമത്തത്തിൽ നിന്ന് അവരെ മോചിപ്പിച്ച് അള്ളാഹു അവർക്ക് വാഗ്ദാനം ചെയ്ത ഭൂപ്രദേശത്തേക്ക് അവരെ നയിക്കുന്ന ഒരു വലിയ ദൗത്യം അള്ളാഹുവിന്റെ ഏറ്റവും ശക്തമായ പിന്തുണയോടുകൂടിയാണ് മൂസ അലൈഹിസ്സലാം നിർവഹിക്കാൻ വേണ്ടി രംഗത്ത് വരികയുണ്ടായത്. ഏറ്റവും ഏറെ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരുന്ന ഒരു സാഹചര്യത്തില് ചാഞ്ചല്യം കാണിക്കാതെ ആ സമൂഹത്തെ നയിച്ചുകൊണ്ട് ഈജിപ്തിൽ നിന്ന് പുറത്തേക്ക് പോകുവാൻ മൂസ അലൈഹിസ്സലാം സന്നദ്ധനായി അതിന് അവർക്ക് നേതൃത്വം കൊടുക്കുകയുണ്ടായി എന്നത് ബനൂ ഇസ്രായേൽ സമൂഹത്തിന് ഏറ്റവും ചുരുങ്ങിയത് മറ്റാർക്കുമില്ലെങ്കിലും ബനൂ ഇസ്രായേൽ സമൂഹത്തിന് ഏറ്റവും ചുരുങ്ങിയത് വളരെ നന്നായി ഓർമ്മയിലുണ്ടാകേണ്ട കാര്യമാണ്. പക്ഷെ അതൊക്കെ വിസ്മരിച്ചുകൊണ്ടുള്ള ഒരു പെരുമാറ്റവും നന്ദികേടും അനുസരണക്കേടുമാണ് ബനൂ ഇസ്രായേൽ സമൂഹം മൂസ അലൈഹിസ്സലാമിന് കാഴ്ചവെച്ചത് എന്നത് ചരിത്രം അറിയുന്ന ബൈബിളിലെ പരാമർശങ്ങളെ കുറിച്ച് ചെറിയ ധാരണയെങ്കിലും ഉള്ള ആളുകൾക്ക്, അതുപോലെ ഖുർആൻ
മുന്നോട്ട് വെക്കുന്ന സൂചനകളെ അറിയുന്നവർക്കൊക്കെ അറിയാം. ആ വിധത്തില് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു പെരുമാറ്റവും ഉണ്ടാവരുത് എന്നാണ് അള്ളാഹു വിശ്വാസികളോട് പറയുന്നത്. നിങ്ങൾ സത്യമായത് പറയുക, ശരിയായത് പറയുക, നിങ്ങളുടെ കർമ്മങ്ങളെ ഏറ്റവും സംസ്കരിക്കപ്പെട്ട നല്ല കർമ്മങ്ങളാക്കി അള്ളാഹു മാറ്റും. നിങ്ങൾക്ക് അവൻ പുറത്തു തരും. അതുപോലെ അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും അനുസരിക്കുന്നവർ തീർച്ചയായിട്ടും വലിയ വിജയമാണ്, അതിഗംഭീരമായ വിജയമാണ് നേടുന്നത് എന്നുകൂടിയാണ് നമ്മൾ പിന്നിട്ട ഭാഗത്ത് അള്ളാഹു പറഞ്ഞു വെക്കുന്നത്. അതിനെ തുടർന്നാണ് ഈ സൂറത്തിന്റെ ഉപസംഹാരം പോലെയുള്ള വളരെ ഗാംഭീര്യമുള്ള, വളരെ പ്രാധാന്യമുള്ള ചില കാര്യങ്ങൾ അടങ്ങിയ 2 ആയത്തുകൾ നമ്മൾ ഇന്ന് പഠന വിധേയമാക്കുന്ന ഈ 72, 73 ആയത്തുകൾ വരുന്നത്. നമുക്ക് ആദ്യം അതിന്റെ പ്രാഥമികമായ അർത്ഥസൂചനകൾ മനസ്സിലാക്കാം. ഇന്ന അറബിനൽ അമാനത്ത, നിശ്ചയമായിട്ടും നാം അമാനത്തിനെ സമർപ്പിക്കുകയുണ്ടായി. അല സമാവാത്തി വൽ അർദി വൽ ജിബാൽ, ആകാശങ്ങളുടെയും ഭൂമിയുടെയും അതുപോലെ പർവ്വതങ്ങളുടെയും മുന്നിലായിട്ട്. ആകാശങ്ങള്, ഭൂമി, പർവ്വതങ്ങൾ അള്ളാഹുവിന്റെ സൃഷ്ടിപ്രപഞ്ചത്തിലെ ഏറ്റവും വിസ്മയകരമായ പ്രതിഭാസങ്ങളായിട്ട്, ഒരുപക്ഷെ ഏറ്റവുമേറെ സങ്കീർണതകൾ നിറഞ്ഞ പ്രതിഭാസങ്ങളായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന സംഗതികളാണ് ആകാശങ്ങളും ഭൂമിയും അതുപോലെ പർവ്വതങ്ങളും ഒക്കെ തന്നെ. വിശുദ്ധ ഖുർആനിൽ ഇവയെ പരാമർശിച്ചുകൊണ്ട് ഒട്ടേറെ സൂചനകള് അല്ലെങ്കിൽ ഇവയുടെ സൃഷ്ടിപ്പിൽ അടങ്ങിയിട്ടുള്ള അതിവിസ്മയകരമായ പല തലങ്ങളെയും സൂചിപ്പിക്കുന്ന ധാരാളം കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒരിടത്ത് അള്ളാഹു ഒരു ചോദ്യരൂപേണ ഉന്നയിക്കുന്ന ഒരു വിഷയം മനുഷ്യരെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ളതാണ്. കൂട്ടരെ, നിങ്ങളെ സൃഷ്ടിക്കുന്നതായിരുന്നോ അതല്ല ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതായിരുന്നോ ഏറ്റവും വലിയ കാര്യം എന്നതാണ് അവിടെ ചോദിക്കുന്നത് നമ്മൾ കാണുന്നത്. പലപ്പോഴും അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും സമുന്നതമായത് എന്ന വിധത്തില് പരാമർശിക്കപ്പെടാറുള്ളത് മനുഷ്യനെ കുറിച്ചാണ്. എന്നാൽ അള്ളാഹു അക്കാര്യം ഉയർത്തി കാണിച്ചുകൊണ്ടല്ല, മറിച്ച് മനുഷ്യനെ സൃഷ്ടിക്കുന്നതിനേക്കാൾ ഏറെ വെല്ലുവിളികൾ നിറഞ്ഞതും ഒരു കാലത്തും കൗതുകവും മനുഷ്യന്റെ ജിജ്ഞാസയും അവസാനിക്കുകയില്ലാത്ത വിധത്തിലുള്ള അത്ഭുതങ്ങൾ നിറഞ്ഞതുമാണ് ഈ സമാവാത്തിന്റെ സൃഷ്ടിപ്പ് എന്നതാണ് ഖുർആൻ നൽകുന്ന സൂചന. സമാവാത്തും അർളും ചേർന്നുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ നടത്തുന്ന പരാമർശങ്ങൾ അള്ളാഹുവിന്റെ സൃഷ്ടിപ്രപഞ്ചത്തെ അല്ലെങ്കിൽ പ്രപഞ്ചങ്ങളെ ഒന്നാകെ സൂചിപ്പിക്കുന്നവയാണ് എന്നത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ ഈ പ്രപഞ്ചത്തിന്റെ അല്ലെങ്കിൽ പ്രപഞ്ചങ്ങളുടെ സൃഷ്ടിപ്പ് അതിന്റെ വളരെ സൂക്ഷ്മവും വളരെ ഗഹനവുമായ ഒരുപാട് തലങ്ങള് അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവത്തിന്റെ മഹത്വവും ഗാംഭീര്യവും അതിലടങ്ങിയിട്ടുള്ള അതിവിസ്മയകരമായ സൃഷ്ടിപരതയും ഒക്കെ തിരിച്ചറിയാൻ നമുക്കൊരിക്കലും അവയെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി എല്ലാം തികഞ്ഞു എന്ന വിധത്തിൽ അവയെ അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവത്തെ മനസ്സിലാക്കി എന്ന് പറയാൻ കഴിയാത്ത വിധത്തില് അത്രയും അസംഖ്യമായ അനന്തമായ കാര്യങ്ങളാണ് ഈ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ അടങ്ങിയിട്ടുള്ളത്. അത് സൂചിപ്പിക്കുന്ന വിധത്തിലാണ് അള്ളാഹു ആ ചോദ്യം ഉന്നയിക്കുന്നത്. നിങ്ങളുടെ സൃഷ്ടിപ്പാണോ അതല്ല ആകാശഭൂമികളുടെ സൃഷ്ടിപ്പാണോ കൂടുതൽ മഹത്തരമായത്, കൂടുതൽ വെല്ലുവിളികൾ നിറഞ്ഞത്, അല്ലെങ്കിൽ കൂടുതൽ സൃഷ്ടിപരമായ കഴിവും അതുപോലെ മികവും ആവശ്യമുള്ളത് എന്ന വിധത്തിലാണ് ആ ചോദ്യം അല്ലാഹു ഉന്നയിക്കുന്നത്.
അപ്പൊ തീർച്ചയായിട്ടും അതിഗംഭീരമായ ഒരു സംവിധാനമാണ് ഈ പ്രപഞ്ചം അല്ലെങ്കിൽ പ്രപഞ്ചങ്ങൾ. അള്ളാഹു ഇവിടെ പറയുന്നത് അവൻ അമാനത്ത് എന്ന സംഗതിയെ, ട്രസ്റ്റ് വർത്തിനെസ് എന്ന സംഗതിയെ, വിശ്വസ്തത, ചുമതലാബോധം, സ്വാതന്ത്ര്യം, അതുപോലെ പ്രാതിനിധ്യം, ഈ സംഗതികളൊക്കെ അടങ്ങിയ ആ ഉത്തരവാദിത്വം ആകാശങ്ങളുടെയും ഭൂമിയുടെയും പർവ്വതങ്ങളുടെയും മുന്നിലായിട്ട് അല്ലാഹു സമർപ്പിക്കുകയുണ്ടായി. അവരാരെങ്കിലും ഏറ്റെടുക്കണം എന്ന നിലക്ക് ആകാശങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചങ്ങളൊന്നാകെ, അതുപോലെ ഭൂമിയും പർവ്വതങ്ങളും, ഇവയുടെയൊക്കെ മുന്നിൽ അമാനത്ത് അല്ലാഹു സമർപ്പിച്ചു. പക്ഷേ പക്ഷെ അമാനത്തിനെ ചുമലേൽക്കാൻ അവയൊന്നും സന്നദ്ധമാവുകയുണ്ടായില്ല. ആകാശങ്ങൾ സമ്മതിച്ചില്ല, സന്നദ്ധമായില്ല. ഭൂമി അതിന് ഒരുക്കം കാണിച്ചില്ല, പർവ്വതങ്ങളും അതിനുള്ള ഒരുക്കം കാണിക്കുകയുണ്ടായില്ല. അഷ്ഫഖ്ന മിൻഹ, അവർക്കൊക്കെ അതിനെക്കുറിച്ച് പേടിയായിരുന്നു. അഷ്ഫഖ്ന മിൻഹ, അമാനത്ത് ഏറ്റെടുക്കുക എന്നത് ആകാശങ്ങൾക്ക് ഭയമായിരുന്നു, ഭൂമിക്ക് ഭയമായിരുന്നു, അതുപോലെ പർവ്വതങ്ങൾക്കും അത് വലിയ പേടിയായിരുന്നു. ആകാശങ്ങളോ ഭൂമിയോ പർവ്വതങ്ങളോ ഈ അമാനത്ത് എന്ന ചുമതല, ഉത്തരവാദിത്വം അത് ഏറ്റെടുക്കാൻ, അത് ചുമലേൽക്കാൻ സന്നദ്ധമായില്ല. ഭയപ്പെട്ടുകൊണ്ട് അവയൊക്കെയും തന്നെ അതിന് കൂട്ടാക്കാതെ പിൻവാങ്ങിക്കളഞ്ഞു. വഹമലഹൽ ഇൻസാൻ, എന്നാൽ അത് ചുമലേൽക്കാൻ മുന്നോട്ട് വന്നത് മനുഷ്യനാണ്. മനുഷ്യനാണ് അമാനത്ത് അത് ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് അത് ഏറ്റെടുക്കാൻ വേണ്ടി രംഗത്ത് വന്നത്. ആകാശങ്ങൾ സമ്മതിച്ചില്ല, ഭൂമി സമ്മതിച്ചില്ല, പർവ്വതങ്ങളും സമ്മതിച്ചില്ല. അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളുടെ കൂട്ടത്തില് ഏറ്റവും ഗംഭീരമായത് എന്ന് ഖുർആൻ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് ആകാശങ്ങളും ഭൂമിയും പർവ്വതങ്ങളും ഒക്കെയാണ്. പക്ഷെ അത്രയും ഗംഭീരങ്ങളായ സൃഷ്ടികൾ പോലും ഈ വലിയ ഉത്തരവാദിത്വം, അമാനത്ത് എന്ന ചുമതല, അത് ഏറ്റുവാങ്ങാൻ സന്നദ്ധമാവുകയുണ്ടായില്ല. അവരൊക്കെ പേടി കാണിച്ചു, ഭയപ്പെട്ടു. എന്നിട്ട് അതിന് കൂട്ടാക്കാതെ അവർ പിന്തിരിഞ്ഞു. എന്നാൽ വഹമലഹൽ ഇൻസാൻ, മനുഷ്യനാണ് അമാനത്ത് ചുമലേൽക്കാൻ സന്നദ്ധമായിട്ട് രംഗത്ത് വന്നത്. ഇന്നഹു കാന ളലൂമൻ ജഹൂല, അവൻ തീർച്ചയായിട്ടും വലിയ അക്രമിയും അവിവേകിയുമാണ് എന്നാണ് അള്ളാഹു തുടർന്ന് പറയുന്നത്. അള്ളാഹു അമാനത്ത് സമർപ്പിച്ചപ്പോ ആ അമാനത്തിന്റെ സൂചനകളെ, അത് എത്രത്തോളം വലിയ ഉത്തരവാദിത്തമാണ്, ബാധ്യതയാണ് എന്നത് മനസ്സിലാക്കി ആകാശങ്ങൾ അതിന് കൂട്ടാക്കിയില്ല, ഭൂമി അതിന് സന്നദ്ധമായില്ല, പർവ്വതങ്ങളും അതിനൊരുങ്ങിയില്ല. എന്നാൽ നമ്മൾ റെഡി എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യൻ അത് ചുമലേൽക്കുകയായിരുന്നു. എന്നാലോ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഇന്നഹു കാന ളലൂമൻ ജഹൂല, നിശ്ചയമായിട്ടും മനുഷ്യൻ വളരെ വലിയ അക്രമിയും അതുപോലെ തന്നെ അവിവേകിയും തന്നെയാണ് എന്നാണ് അല്ലാഹുവിടെ വ്യക്തമാക്കുന്നത്. നമ്മള് തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ കാണുന്ന ഒരു ചിത്രമുണ്ട്. നാട്ടില് ജനങ്ങൾ നേരിടുന്ന നൂറുകൂട്ടം വെല്ലുവിളികൾ ഉണ്ടാകും. നൂറുകണക്കിന് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവരാണ് മനുഷ്യർ. ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഞങ്ങൾ കണ്ടെത്തും, ഏറ്റവും ഗംഭീരമായ ഒരു പദ്ധതി ഞങ്ങൾ ആവിഷ്കരിക്കും, അത് നടപ്പിലാക്കും, ആ പ്രശ്നങ്ങൾ പരിഹരിക്കും എന്നൊക്കെയാണ് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്ന ആളുകൾ, അതിൽ മത്സരിക്കുന്ന ആളുകൾ, സ്ഥാനാർത്ഥികൾ, വോട്ടർമാരുടെ മുന്നിൽ എത്തുന്നത്. മനുഷ്യന്റെ പ്രകൃതം എന്താണ് എന്നത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഉദാഹരണം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. മനുഷ്യന്റെ പ്രകൃതം
ആ വിധത്തിലാണ്. അത് ഞാൻ ഏറ്റു, അത് ഞാൻ നോക്കിക്കൊള്ളാം, അത് ഞാൻ കൈകാര്യം ചെയ്ത് ഭംഗിയായി വൃത്തിയായി അതിനെ ഡീൽ ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ടാണ്, വലിയ വാഗ്ദാനങ്ങളുമായിട്ടാണ് ഈ സ്ഥാനാർത്ഥികള് അവരുടെ പ്രതിനിധികളും ഒക്കെ രംഗത്ത് വരിക. എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഫലം വന്നു, ഓരോരുത്തര് ചുമതല ഏൽപ്പിക്കപ്പെട്ടു. അതിനുശേഷമുള്ള അവസ്ഥ എന്താണ്? പലപ്പോഴും ആ കാര്യം നിർവഹിക്കുന്നതിൽ, അല്ലെങ്കിൽ പരാമർശിക്കപ്പെട്ട കാര്യങ്ങള്, നേരത്തെ വാഗ്ദാനം ചെയ്ത കാര്യങ്ങള് നിർവഹിക്കുന്നതിൽ വളരെ പരിമിതമായിട്ട് മാത്രമേ ആ ആളുകള് അതിനുള്ള സന്നദ്ധത കാണിക്കാറുള്ളൂ, അല്ലെങ്കിൽ അതിൽ വിജയിക്കാറുള്ളൂ, അതിനുവേണ്ടി പരിശ്രമിക്കാറുള്ളൂ. ഇതാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ചിത്രം. അടിസ്ഥാനപരമായിട്ട് മനുഷ്യന്റെ പ്രകൃതം തനിക്ക് താങ്ങാൻ കഴിയാത്ത, തനിക്ക് നിർവഹിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പുള്ള, നിർവഹിക്കാൻ ഉദ്ദേശിക്കാത്ത കാര്യം പോലും ഉത്തരവാദിത്വമായിട്ട് ചുമതലയേൽക്കാൻ അവൻ മുതിർന്ന് രംഗത്ത് വരും. ഇതാണ് മനുഷ്യന്റെ പ്രകൃതം. അതില് ചില സ്വാർത്ഥ താല്പര്യങ്ങളൊക്കെ ഓരോരുത്തർക്കും ഉണ്ടാകും. എന്നിട്ടോ അതിന്റെ നിർവഹണത്തിന് ഈ പറയുന്ന വാഗ്ദാനങ്ങളുടെ രീതിയിലോ സ്വഭാവത്തിലോ ഉള്ള ആവേശമൊന്നും അത് നിർവഹിക്കുന്നതിൽ അവരാരും കാണിക്കുകയും ചെയ്യില്ല. ഇതാണ് മനുഷ്യന്റെ ഒരു അടിസ്ഥാന പ്രകൃതി. ഇത് തെരഞ്ഞെടുപ്പ് മാത്രമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജനാധിപത്യ സംവിധാനത്തിലെ ഒരു കാഴ്ച മാത്രമല്ല. ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങളിലും നമുക്ക് ഈ ഒരു പ്രകൃതം മനുഷ്യൻ പ്രകടിപ്പിക്കുന്നത് കാണാൻ കഴിയും. ഒരു ജോലി ഓഫർ ചെയ്താൽ അത് സ്വീകരിക്കുന്നതിന് താൻ ഏറ്റവും യോഗ്യനാണ്, അത് താൻ ഭംഗിയായിട്ട് ചെയ്തോളാം, മറ്റാരെക്കാളും നന്നായി ചെയ്യാൻ എനിക്കാണ് കഴിയുക എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും എല്ലാവരും തന്നെ രംഗത്ത് വരുന്നുണ്ടാവുക. പക്ഷെ അതിന്റെ നിർവഹണത്തിൽ എത്രത്തോളമാണ് അയാൾ അതിനോട് പ്രതിബദ്ധത കാണിക്കുന്നത് എന്നത് പരിശോധിക്കുമ്പോഴാണ് മനുഷ്യന്റെ ഈ ലലൂമും ജഹൂലും എന്ന അടിസ്ഥാന പ്രകൃതം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. എല്ലാ ഉടമ്പടികളുടെയും ഒരു നെറ്റ് റിസൾട്ട് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. നമ്മൾ ഉടമ്പടി അതുപോലെ കരാറ് ഒക്കെ ചെയ്യുന്നതില് വലിയ ആവേശത്തിലായിരിക്കും രംഗത്ത് വരിക. പക്ഷെ അതിന്റെ നിർവഹണം എപ്പോഴും തന്നെ പ്രതീക്ഷിക്കപ്പെടുന്ന തലത്തില് ചെയ്യാതെ അതില് വീഴ്ച വരുത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുക. വായ്പ വാങ്ങാൻ വരുന്ന ആളുകളുടെ ഒരു ആവേശം നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കണ്ടു. എന്തായാലും ഞാൻ കൃത്യത്തിന് ഡേറ്റിന് തരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും അവർ വരിക. എന്നാൽ പിന്നീട് അത് നിർവഹിക്കുന്നതോ, ഒരുപാട് ആ വായ്പ കൊടുത്ത ആൾ ഒരുപാട് ഏത്തമിട്ടാലും ഒരുപാട് പുറകെ നടന്നാലും അത് ചെയ്തോളണം എന്നില്ല, പലപ്പോഴും ചെയ്യാൻ ഉദ്ദേശിച്ചിട്ട് പോലും ഉണ്ടാവില്ല. ഇതൊക്കെ മനുഷ്യന്റെ അടിസ്ഥാന സ്വഭാവമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു മനുഷ്യ സമൂഹത്തോട് ഇങ്ങനെ ഒരു സംഗതി, അമാനത്ത് മനുഷ്യനെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ഏൽപ്പിക്കാൻ സാഹചര്യമായ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. അള്ളാഹു ആകാശങ്ങളുടെയും ഭൂമിയുടെയും പർവ്വതങ്ങളുടെയും മുന്നിലായിട്ട് അമാനത്ത് സമർപ്പിക്കുകയുണ്ടായി. പക്ഷെ അവരൊക്കെ അത് ഏറ്റുവാങ്ങാൻ വിസമ്മതിച്ചു, ഭയപ്പെട്ടു മാറി നിന്നു. എന്നാൽ നമ്മൾ റെഡി എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യൻ അത് ചുമലേൽക്കുകയും ചെയ്തു. ഇതാണ് അള്ളാഹു പറയുന്നത്. മനുഷ്യൻ ശരിക്കും ലലൂമും ജഹൂലും തന്നെയാണ് എന്നാണ് തുടർന്ന് അള്ളാഹു വ്യക്തമാക്കുന്നത്. അതിക്രമിയാണ് മനുഷ്യൻ. കാരണം ചെയ്യാൻ കഴിയില്ല എന്ന് ബോധ്യമുള്ള, ചെയ്യാൻ അവന് കഴിയില്ലാത്ത കാര്യം തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് ചുമലേൽക്കുകയാണല്ലോ. എന്നാൽ അക്കാര്യത്തിൽ അവിവേകവും കാണിക്കുകയാണ്. ഏറ്റെടുക്കേണ്ടതില്ലാതിരുന്നതിനെ ഏറ്റെടുക്കും അവൻ. എന്നാൽ അത് നിർവഹിക്കേണ്ട കാര്യം വരുമ്പോഴോ വലിയ വീഴ്ച വരുത്തുകയും ചെയ്യും. അതിലൊന്നും ജാഗ്രതയോ അല്ലെങ്കിൽ
ഉത്തരവാദിത്വ ബോധമോ ഒന്നും അവനുണ്ടാവുകയില്ല. മനുഷ്യന്റെ പ്രകൃതമാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെ ആകാശങ്ങളുടെയും ഭൂമിയുടെയും പർവ്വതങ്ങളുടെയും മുന്നിൽ അള്ളാഹു അമാനത്തിനെ സമർപ്പിച്ചു എന്നാണല്ലോ പറയുന്നത്. അപ്പൊ ആകാശവും ഭൂമിയും പർവ്വതങ്ങളും ഒക്കെ അചേതന സംവിധാനങ്ങളല്ല, അചേതന വസ്തുക്കളോ അല്ലെങ്കിൽ ചേതനയില്ലാത്ത അള്ളാഹുവിന്റെ ചേതനയില്ലാത്ത സൃഷ്ടിപ്പുകളോ അല്ലേ. അവയോടെങ്ങനെ അള്ളാഹു അവയുടെ മുന്നിൽ സമർപ്പിക്കുന്നു, അവരതിന് സന്നദ്ധാകുകയോ അല്ലെങ്കിൽ വിസമ്മതിക്കുകയോ ഒക്കെ ചെയ്യുന്നു എന്ന് പറയുന്നത് എന്താണ് ഇപ്പൊ ഇതിങ്ങനെ എന്നൊക്കെ നമ്മൾ ആലോചിക്കുന്നുണ്ടാവും. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അള്ളാഹുവിന് അചേതനം എന്ന ഒരു സംഗതി ഇല്ല. എല്ലാറ്റിനും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ചേതനയുണ്ട്, ജീവനുണ്ട്, ആത്മാവുണ്ട്. അവയൊക്കെ അള്ളാഹുവിനോട് സംവദിക്കുകയും ചെയ്യും. ഭൂമിക്ക് അള്ളാഹു വഹി നൽകുന്നതും ഭൂമി അള്ളാഹുവിനോട് മറുപടി നൽകുന്നതും ഒക്കെ നമ്മൾ വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെട്ടത് പല ഘട്ടങ്ങളിലും കണ്ടിട്ടുണ്ട്. ഇനിയും വായിക്കാനിരിക്കുന്ന സൂറത്തുകളിൽ അങ്ങനെയുള്ള പരാമർശങ്ങൾ കാണാൻ കഴിയും. അതുപോലെ മേഘങ്ങള് അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നത് ഖുർആൻ പറയുന്നുണ്ട്. അതുപോലെ അള്ളാഹുവിനോടുള്ള ഭയഭക്തി കാരണമായിട്ട് പാറക്കെട്ടുകള് പൊട്ടി അടർന്ന് ഉതിർന്നു വീഴുന്ന കാര്യം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ജീവനില്ലാത്തത് ജീവനുള്ളത് എന്ന വ്യത്യാസം യഥാർത്ഥത്തിൽ ഇല്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളമാണ് ഇവ അചേതനമായിട്ട് പരിഗണിക്കപ്പെടാം. അള്ളാഹു അവന്റെ സൃഷ്ടിജാലങ്ങളിലേക്കൊക്കെയായി നിരന്തരം കൽപ്പനകൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ കൽപ്പനകളൊക്കെ ഏതു വിധത്തില് നടപ്പാക്കപ്പെട്ടു എന്ന റിപ്പോർട്ട് അള്ളാഹുവിന്റെ അടുക്കലേക്ക് അന്ത്യനാളിൽ തിരികെ എത്തും എന്നും ഖുർആൻ പറയുന്നുണ്ട്. യുദബ്ബിറുൽ അംറ മിനസ് സമാഇൽ അർള് എന്ന് പറഞ്ഞിട്ട് ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്കായിട്ട് അവന്റെ കൽപ്പനകൾ നൽകിക്കൊണ്ടേയിരിക്കുന്നു. അന്ത്യനാളില് ഈ കൽപ്പനകളൊക്കെയും അവനിലേക്ക് കയറിപ്പോകും, തിരിച്ചു പോകും. കൽപ്പനകൾ തിരിച്ചു പോകുക എന്ന് പറയുമ്പോൾ ആ കൽപ്പനകളുടെ മേൽ നടപടികൾ എന്തൊക്കെയുണ്ടായി എന്ന വിധത്തിലുള്ള റിപ്പോർട്ടുകളാണ് എന്നത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ചേതന ഉള്ളത് ചേതനയില്ലാത്തത് എന്ന ഒരു വിഭജനമില്ല. ഭൂമിക്ക് അള്ളാഹു കൽപ്പന നൽകുന്നുണ്ട്, തേനീച്ചകൾക്ക് കൽപ്പന നൽകുന്നുണ്ട്, അതുപോലെ വൃക്ഷങ്ങൾക്കും പർവ്വതങ്ങൾക്കും ഒക്കെ കൽപ്പനകളും നിർദ്ദേശങ്ങളും നൽകുന്നുണ്ട്. അള്ളാഹു അവയുമായിട്ടൊക്കെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഓരോ തന്മാത്രയും നമ്മൾ കാണുന്ന വിധത്തിലോ മനസ്സിലാക്കുന്ന വിധത്തിലോ പ്രവർത്തനക്ഷമമാകുന്നത് അള്ളാഹുവിന്റെ കൽപ്പന നിരന്തരമായിട്ട് അതിന് കിട്ടിക്കൊണ്ടിരിക്കുന്നതിന്റെ ഫലമായിട്ടാണ്. ഓരോ തന്മാത്രക്കും ഒരു ഘടനയുണ്ട്, ആന്തരികമായ ഘടന. മറ്റ് തന്മാത്രകളുമായി ചേർന്ന് അത് ഒരു ഫോർമേഷൻ നടത്തുമ്പോൾ അവിടെയും ഒരു ഘടനയുണ്ട്. അപ്പൊ ആന്തരികമായും ബാഹ്യമായും ഒക്കെ ഒരു സംവിധാനത്തിന്റെ അകത്താണ് എല്ലാ വളരെ സൂക്ഷ്മമായ കണികകൾ പോലും ഉള്ളത് എന്നത് കാണാൻ കഴിയും. അതിൽ ഓരോന്നും അതിന്റെ സ്വഭാവം കാണിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഉപ്പിന്റെ തരി വായിലിടുമ്പോൾ നമുക്ക് ഉപ്പുരുചി അനുഭവപ്പെടുന്നത്. ഏറ്റവും നേർത്ത ഒരു കണിക, ഉപ്പിന്റെ ഒരു കണിക എടുത്ത് വായിലിട്ടാലും ആ രുചി ഉണ്ടാവുമല്ലോ. എന്തുകൊണ്ടാണത്? അതിനൊക്കെയും സൂക്ഷ്മമായിട്ട് അതിന്റെ പ്രകൃതത്തെ നിലനിർത്തുന്ന അതിന്റെ സ്വഭാവ ഗുണങ്ങള് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകതയുണ്ട്. അത് ദൈവിക നിർദ്ദേശപ്രകാരം നിരന്തരം നൽകപ്പെടുന്ന ആ നിർദ്ദേശങ്ങളുടെ ഫലമായിട്ടുള്ളതാണ്. ഭൂമി അടിമേൽ മറിയുന്ന അതിന്റെ അകത്തുള്ളതൊക്കെയും എടുത്ത് പുറത്തേക്ക് എറിയുന്ന ഒരു നാള് വരാനിരിക്കുന്നു എന്ന് ഖുർആൻ സൂചിപ്പിക്കുന്നു. ആ നാളിൽ ഭൂമി അതിന്റെ രഹസ്യങ്ങളൊക്കെ വിളിച്ചു പറയും എന്നും ഖുർആൻ പറയുന്നുണ്ട്. അതിന്റെ റബ്ബ് അതിന് വഹി നൽകിയത്, നിർദ്ദേശം നൽകിയത് കാരണമായിട്ടാണ് എന്നാണ് അവിടെ വ്യക്തമാക്കപ്പെടുന്നത്. അപ്പോ ഭൂമി സംസാരിക്കും, ആകാശം സംസാരിക്കും. ഈ വക സംഗതികളൊക്കെ തന്നെ അള്ളാഹുവിനോട് സംവേദനം ചെയ്തുകൊണ്ടേയിരിക്കും എന്നാണ്
ഒരു കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് അള്ളാഹുവിന് തന്റെ സകല സൃഷ്ടികളുമായിട്ടുണ്ട്. നമുക്കത് മനസ്സിലാക്കാൻ കഴിവ് നൽകപ്പെട്ടിട്ടില്ല എന്നത് മാത്രമാണ് നമുക്ക് ഇത് സംബന്ധമായിട്ട് മനസ്സിലാക്കി വെക്കാനിരിക്കുന്നത്. അപ്പോ അള്ളാഹുവിടെ പറയുന്നത് അമാനത്ത് എന്ന സംഗതി എന്താണ്? ഈ അമാനത്ത് അതാണ് മനസ്സിലാക്കേണ്ടത്. വിശുദ്ധ ഖുർആന്റെ സാകല്യത്തിന്റെ ആശയം, അതിന്റെ വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ജീവിത ദർശനം, അത് മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ എല്ലാം ചേർത്ത് വെച്ച് മനസ്സിലാക്കുമ്പോൾ അമാനത്ത് എന്ന വാക്ക് കേവലം ട്രസ്റ്റ് വേർത്തിനെസ്ന്നോ അല്ലെങ്കിൽ വിശ്വസ്തത എന്നോ ഒക്കെ പറഞ്ഞ് പരിമിതപ്പെടുത്താൻ കഴിയുകയില്ല എന്നതാണ്. അത് വിശ്വസ്തതയാണ്, സ്വാതന്ത്ര്യമാണ്, ചുമതലയാണ്, പ്രാതിനിധ്യമാണ്. വിശുദ്ധ ഖുർആനിൽ വേറെ ഒരിടത്ത് പറയുന്ന ഖിലാഫത്ത് എന്നൊരു പ്രയോഗമുണ്ട്. മനുഷ്യനെ കുറിച്ച്, മനുഷ്യനെ ഭൂമിയിലേക്ക് ഖലീഫയായിട്ട് അവൻ നിയോഗിക്കാൻ പോകുന്നു എന്ന് പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ പ്രതിനിധിയായിട്ട്. ഈ ഖിലാഫത്തിന്റെ അനിവാര്യമായ, പ്രാതിനിധ്യത്തിന്റെ അനിവാര്യമായ പ്രത്യേകതയാണ് സ്വാതന്ത്ര്യവും ചുമതലയും ഉത്തരവാദിത്വവും ഒക്കെ തന്നെ. അള്ളാഹുവിനെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ചുമതലാബോധത്തോടെയും ഉത്തരവാദിത്വ ബോധത്തോടെയും എന്നാൽ സ്വാതന്ത്ര്യത്തോടെയും മനുഷ്യൻ എല്ലാ കാര്യങ്ങളും നിർവഹിക്കേണ്ടത്. അള്ളാഹുവിന്റെ പ്രതിനിധി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ തൃപ്തി ഏത്, അതൃപ്തി ഏത് ഓരോ വിഷയത്തിലും എന്നത് മനസ്സിലാക്കിക്കൊണ്ടാണ് മനുഷ്യൻ ചുമതല നിർവഹിക്കേണ്ടത്. അങ്ങനെ നിർവഹിക്കപ്പെടേണ്ട ആ ചുമതലയും ഉത്തരവാദിത്വവും അതുപോലെ തന്നെ സ്വാതന്ത്ര്യവും ഒക്കെ അടങ്ങിയതാണ് ഈ അമാനത്ത് എന്ന് പറയുന്ന സംഗതി. വിശുദ്ധ ഖുർആനിൽ തന്നെ നിന്ന് തന്നെ അതിന് ഒരു പര്യായം കണ്ടെത്തുകയാണെങ്കിൽ അത് ഖിലാഫത്ത് എന്നതായിരിക്കും. ഖിലാഫത്ത്, മനുഷ്യന് അള്ളാഹു നൽകിയിട്ടുള്ള ഭൂമിയിൽ പ്രാതിനിധ്യം എന്ന കാര്യം, അത് മനുഷ്യൻ എല്ലാ സൃഷ്ടിജാലങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. നമുക്കറിയാതെ ഒരു വന്യമൃഗം പോലും അതിന് കൈകളോ അല്ലെങ്കിൽ അതിന്റെ അവയവങ്ങളോ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്ത സങ്കീർണമായ ഒരു പ്രശ്നത്തിൽ അകപ്പെട്ടു കഴിഞ്ഞാൽ അവ സാധിക്കുമെങ്കിൽ മനുഷ്യന്റെ മുന്നിലാണ് എത്തുക, പരിഹാരം ചോദിച്ചുകൊണ്ട്. കടലിലെ വലിയ ജീവികൾ, ഡോൾഫിൻ പോലെയുള്ള ജീവികൾ പോലും എന്തെങ്കിലും അവരുടെ ശരീര പ്രകൃതി കൊണ്ട് പരിഹരിക്കാൻ കഴിയാത്ത സംഗതികള് മനുഷ്യന്റെ മുന്നിലേക്കാണ് തള്ളിക്കൊണ്ടുവരിക. അതിന്റെ ഒരു കാരണം, നമ്മള് ഒരു ജീവിയും മറ്റു ജീവികൾക്ക് കൂടുണ്ടാക്കി കൊടുക്കുന്നതോ അവയെ സംരക്ഷിക്കുന്നതോ നമ്മൾ കാണുന്നില്ലല്ലോ. എല്ലാ ജീവികളും അവരുടെ കാര്യങ്ങൾ നോക്കാനുള്ള പരിമിതമായ കഴിവുകളെ നൽകപ്പെട്ടിട്ടുള്ളൂ. എന്നാൽ മനുഷ്യൻ ജീവജാലങ്ങളുടെ ഒരു കൈകാര്യകർത്താവായിട്ട്, മേൽനോട്ടക്കാരനായിട്ടാണുള്ളത്. ചെടികളും മരങ്ങളും അതുപോലെ കാർഷിക വിളവുകളും ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരേ ഒരു ജീവി മനുഷ്യനാണ്. അവയെ കൃഷി ചെയ്യുന്ന, അവയ്ക്ക് മേൽനോട്ടം നൽകുന്ന, മനുഷ്യനോട് സാദൃശ്യമുള്ള ജീവികളൊക്കെ ഭൂമുഖത്തുണ്ട്. പക്ഷെ അവർക്ക് ആർക്കും തന്നെ മനുഷ്യനെ പോലെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് പ്രവർത്തിക്കാൻ വളരെ പരിമിതമായിട്ടല്ലാതെ കഴിയുകയില്ല. വളരെ പരിമിതമായിട്ടൊക്കെ സാധിക്കും. അള്ളാഹു അവരെ കൊണ്ട് അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല എന്നത് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ മനുഷ്യന്റെ കാര്യം അങ്ങനെയല്ല. മനുഷ്യന് പല കാര്യങ്ങളിലും ഇടപെടാൻ സാധിക്കുന്നു. പലർക്കും, പല ജീവിക്കും വേണ്ടി പലതും ചെയ്യാൻ കഴിയുന്നു. പലതിനെ കുറിച്ചും ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കിയിട്ട് വേണ്ട നടപടി സ്വീകരിക്കാൻ സാധിക്കുന്നു. ഇതൊക്കെ മനുഷ്യന് നൽകപ്പെട്ടിട്ടുള്ള ഒരു വൈഭവമാണ്. അള്ളാഹുവിന്റെ പ്രതിനിധി എന്നുള്ള നിലക്ക് സ്വതന്ത്ര പ്രകൃതത്തോടു കൂടി ചുമതലാബോധവും ഉത്തരവാദിത്വവും കാണിച്ചുകൊണ്ട് കാര്യങ്ങൾ നിർവഹിക്കാൻ മനുഷ്യന് അള്ളാഹു വലിയൊരു സാധ്യത നൽകിയിട്ടുണ്ട്. അതാണ് ഈ അമാനത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അപ്പൊ ഭൂമിയിൽ ആരെങ്കിലും അക്രമം ചെയ്താൽ ഭൂമി നേരിട്ട് അതിലിടപെട്ടുകൊണ്ട് അതിലൊരു ശിക്ഷ നടപ്പിലാക്കുകയോ വിചാരണ നടത്തുകയോ ശിക്ഷ നടപ്പിലാക്കുകയോ ചെയ്യാറില്ല. പക്ഷെ മനുഷ്യനത് കഴിയും. മനുഷ്യൻ അക്രമിയെ പിടികൂടി അവനെ ബന്ദിയാക്കി തടവിലിട്ട് വിചാരണ നടത്തി ശിക്ഷ വിധിച്ച് ആ ശിക്ഷ നടപ്പിലാക്കുന്നത് നമ്മൾ കാണും.
ഭൂമി അതിന് സഹിക്കാൻ പറ്റാണ്ടാവുമ്പോ അങ്ങ് പൊട്ടിപ്പിളരും എന്നൊക്കെ ഖുർആൻ പറയുന്നുണ്ട്. മനുഷ്യന്റെ അതിക്രമം കണ്ടിട്ട് ഭൂമി അത് പൊട്ടിപ്പിളരും. ഈസാ അലൈഹി ഇസ്ലാമിനെ അള്ളാഹുവിന്റെ പുത്രനാണ് എന്ന് പറയുന്നതിന്റെ പേരിൽ ഭൂമി പൊട്ടിപ്പിളരുന്ന, ആകാശങ്ങൾ പൊട്ടിപ്പിളരുന്ന ഒരു അവസ്ഥയോളം എത്തിയേക്കും എന്നൊക്കെ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ അവയ്ക്കൊന്നും തന്നെ ഒരു സ്വാഭാവികമായ വിധത്തിലുള്ള ഒരു ഇടപെടൽ നടത്താൻ അള്ളാഹു ഒരു വൈഭവമോ കഴിവോ നൽകിയിട്ടില്ല. മനുഷ്യനാണ് അതിനൊക്കെയുള്ള സാധ്യത നൽകിയിട്ടുള്ളത്. നമ്മളിപ്പോ വന്യജീവികളുടെ ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുമ്പോ അവയുടെ അതുപോലെ തെരുവ് പട്ടികളുടെ ശല്യം വളരെ രൂക്ഷമായ ഘട്ടത്തില് അവയുടെ ജനസംഖ്യാ നിയന്ത്രണത്തെ കുറിച്ചൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അത് സംബന്ധമായി ആസൂത്രണം നടത്തുന്ന ഭരണ ചുമതലയുള്ള ആളുകൾ. ഇതിപ്പോ ഇങ്ങനെ ഒരു രീതി മനുഷ്യരല്ലാത്ത വേറെ ഏതെങ്കിലും ജീവികള് ആലോചിക്കുന്നില്ലല്ലോ. അപ്പോ പൊതുവായി ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാനുള്ള കഴിവ്, സ്വാതന്ത്ര്യം, സാധ്യത, ചുമതലാബോധം, ഉത്തരവാദിത്വം, പ്രാതിനിധ്യം അള്ളാഹു പ്രത്യക്ഷത്തിൽ വന്നുകൊണ്ട് കാര്യങ്ങളിൽ ഇടപെടുന്നത് നമ്മൾ കാണുന്നില്ലല്ലോ. അങ്ങനെയില്ല. മറിച്ച് ഈ കാര്യങ്ങളിൽ ചുമതലാബോധത്തോടെയും പ്രതിബദ്ധതയോടെയും സത്യസന്ധതയോടെയും ഉത്തരവാദിത്വ ബോധത്തോടെയും കർത്തവ്യനിരതനാവാൻ അവസരം നൽകപ്പെട്ടിട്ടുള്ളത് മനുഷ്യനാണ്. അതാണ് ഈ അമാനത്ത് എന്ന കാര്യം എന്ന് വിശുദ്ധ ഖുർആന്റെ സൂചനകളെ ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പൊ അള്ളാഹുവിടെ പറയുന്നത്, അള്ളാഹുവിന്റെ അതിഗംഭീരങ്ങളായ സൃഷ്ടികളായ ആകാശങ്ങളും ഭൂമിയും പർവ്വതവും ഒന്നും തന്നെ അമാനത്ത് ഞങ്ങളെ ഏൽപ്പിച്ചോളൂ, ഞങ്ങൾ നിർവഹിച്ചോളാം എന്ന് പറയാൻ കൂട്ടാക്കിയിട്ടില്ല. അവര് പേടി കാണിച്ച് പിൻവാങ്ങിക്കളഞ്ഞു. എന്നാൽ മനുഷ്യനാണ് അത് ഏറ്റെടുക്കുകയുണ്ടായത്. മനുഷ്യരിൽ എല്ലാവരും അത് നിർവഹിക്കുന്നുണ്ടോ? ഇത് നിർവഹിക്കണമെങ്കിൽ ഈ ഏറ്റെടുത്ത ചുമതല, അമാനത്ത് സത്യസന്ധമായി നിർവഹിക്കണമെങ്കിൽ അവൻ അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞവനാകണം. അവൻ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് ശരിയായ ബോധമുള്ള, വിശ്വാസമുള്ള ആളാവണം. അല്ലാത്തവർ നിരുത്തരവാദപരമായി, ലക്ഷ്യരഹിതമായി പലതും ചെയ്തുകൊണ്ട് കാലം കഴിക്കുകയുള്ളൂ. അപ്പൊ അമാനത്ത് എന്നത് അള്ളാഹുവിന്റെ പ്രാതിനിധ്യമാണ്. അള്ളാഹു നമ്മളെ ചുമതല ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തമാണ്. അതിലടങ്ങിയിട്ടുള്ള, അത് നിർവഹിക്കുന്നതിൽ അടങ്ങിയിട്ടുള്ള വിശ്വസിച്ചേൽപ്പിക്കാവുന്ന ട്രസ്റ്റ് വർത്തിനെസ് എന്ന ഗുണമാണ്. അതുപോലെ അത് നിർവഹിക്കുന്നതിന് ഏറ്റവും ആവശ്യമായ സ്വാതന്ത്ര്യം എന്ന സാധ്യതയാണ്. ഇതൊക്കെയുള്ള ആള് അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവന് വിധേയപ്പെട്ടുകൊണ്ട് നിലകൊള്ളുമ്പോൾ മാത്രമേ അമാനത്ത് വൃത്തിയായി ഭംഗിയായി നിർവഹിക്കാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് വസ്തുത. പക്ഷെ മനുഷ്യരിൽ അധിക പേരും അള്ളാഹുവിനെ തിരിച്ചറിയാൻ കൂട്ടാക്കുന്നില്ല. അവൻ ഈ ചുമതല ഏൽക്കുന്നതിൽ വളരെ ആവേശത്തിൽ മുന്നിട്ട് വന്നിരുന്നു, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ പോലെ. എന്നാൽ അത് നിർവഹിക്കുന്നതിൽ, ഞാൻ തെരഞ്ഞെടുപ്പും സ്ഥാനാർത്ഥിയും ഒക്കെ ആയിട്ട് ഒരു ഉദാഹരണം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. വിവാഹ ഉടമ്പടി പോലും അങ്ങനെ തന്നെയാണ്. അതൊരു ഉത്തരവാദിത്വവും മീസാഖും വലിയ ഏറ്റെടുക്കലാണല്ലോ. അതിന്റെ നിർവഹണത്തില് പലപ്പോഴും മനുഷ്യർ വീഴ്ച വരുത്തുന്നു എന്നത് നമ്മൾ കാണുന്നതാണ്, നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന സംഗതിയാണ്. അപ്പോ ഇവിടെ അള്ളാഹു സൂചിപ്പിക്കുന്ന കാര്യം, ആകാശങ്ങളും ഭൂമിയും പർവ്വതങ്ങളും ചുമലേൽക്കാൻ സന്നദ്ധരാവാതിരുന്ന ആ കാര്യം ഏറ്റെടുക്കാൻ രംഗത്ത് വരിക എന്ന വലിയൊരു ബുദ്ധിമോശം മനുഷ്യൻ കാണിക്കുകയാണ്. അത് ബുദ്ധിമോശം അല്ല യഥാർത്ഥത്തില്. അത് ചുമതലാബോധത്തോടു കൂടി അത് നിർവഹിക്കുന്ന, അള്ളാഹുവിനെ അംഗീകരിച്ച് അവന് വിധേയപ്പെട്ടുകൊണ്ട് അത് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരിക്കലും ലലൂമും ജഹൂലും ആവുന്നില്ല. അങ്ങനെ ചെയ്യാത്ത ആളുകൾ ലലൂമും ജഹൂലുമാണ്, അതിക്രമകാരിയും അവിവേകിയുമാണ്, ബുദ്ധിശൂന്യനുമാണ് എന്നാണ് അള്ളാഹുവിടെ വ്യക്തമാക്കുന്നത്. ലിയുഅദ്ദിബ അല്ലാഹുൽ മുനാഫിഖീന വൽ മുനാഫിഖാത്ത് വൽ മുശ്രിക്കീന വൽ മുശ്രിക്കാത്ത്. എന്തിനു വേണ്ടിയാണ് അള്ളാഹു ഇങ്ങനെ ഒരു സംവിധാനം ചെയ്തിട്ടുള്ളത്? രണ്ടു കൂട്ടരുണ്ട്.
ഈ ചുമതല നിർവഹണത്തിൽ വേണ്ട ശ്രദ്ധ കാണിക്കാതെ അതില് വമ്പൻ പരാജയം ഏറ്റുവാങ്ങുന്ന രണ്ട് വിഭാഗം ആളുകളുണ്ട്. ആരാണത്? ഒന്ന് അൽ മുനാഫിഖീൻ. പ്രത്യക്ഷത്തിൽ അവര് അള്ളാഹുവിന് വിധേയത്വം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഒരിക്കലും തന്നെ ആ ചുമതല നിർവഹിക്കുന്നതിൽ പ്രതിബദ്ധത കാണിച്ചുകൊണ്ട് ആത്മാർത്ഥതയോടുകൂടി രംഗത്ത് വരാത്ത കപടവിശ്വാസികളാണ് മുനാഫിക്കുകൾ എന്ന് പറയുന്നത്. അള്ളാഹുവുമായുള്ള ഈ ഉടമ്പടി നിർവഹിക്കാം എന്ന് അവർ പരസ്യമായിട്ടൊക്കെ പറയുന്നുണ്ടാവും, പക്ഷെ ഒരിക്കലും അത് ചുമതലാബോധത്തോടു കൂടി നിർവഹിക്കൂല. അങ്ങനെയുള്ളവരാണ് കപടവിശ്വാസികൾ. രണ്ടാമത്തെ കൂട്ടരാരാണ്? മുശ്രിക്കുകളാണ്. അവർ ഈ ചുമതലയൊക്കെ ഏറ്റു പോയിട്ടുണ്ടാവും, പക്ഷെ ആ ചുമതല ഏൽപ്പിച്ച അള്ളാനെ പോലും അവർ അംഗീകരിച്ചിട്ടുണ്ടാവില്ല. അള്ളാഹുവിന്റെ ഏകത്വത്തെ, അള്ളാഹു മാത്രമാണ് ഈ സംഗതി എന്നെ ചുമതലപ്പെടുത്തിയത്, അവനോട് ഞാൻ ആൻസറബിൾ ആണ് എന്ന ബോധം അവനുണ്ടാവില്ല. അതാണ് രണ്ടാമത്തെ വിഭാഗം, മുശ്രിക്കുകൾ. മുനാഫിക്കുകളും മുശ്രിക്കുകളും, കപടവിശ്വാസികളും ബഹുദൈവ വിശ്വാസികളും. ഈ രണ്ടു കൂട്ടർക്ക് നല്ല ശിക്ഷ നൽകുന്നതിന് വേണ്ടിയാണ് നാം ഇങ്ങനെ ഒരു സംഗതി ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നാണ് അള്ളാഹു പറയുന്നത്. അമാനത്ത് എന്നൊരു സംവിധാനം ഉണ്ടാക്കിയതും അത് പ്രപഞ്ച ആകാശഭൂമികളെയും പർവ്വതത്തെയും ഒക്കെ, പർവ്വതത്തിന്റെയും ഒക്കെ മുന്നിൽ സമർപ്പിക്കുകയും അവര് ഏറ്റെടുക്കാൻ സന്നദ്ധത കാണിക്കാതെ ഇരുന്നപ്പോ അത് ഏറ്റെടുക്കുകയുണ്ടായ മനുഷ്യൻ, ഈ മനുഷ്യന്റെ കാര്യത്തിൽ അവരുടെ കൂട്ടത്തിൽ രണ്ടു കൂട്ടർക്ക് അതിന്റെ പേരിൽ നല്ല ശിക്ഷ കിട്ടേണ്ടതുണ്ട്. ആരാണ് ആ രണ്ടു കൂട്ടർ? ഈ അമാനത്ത് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ഏറ്റുവാങ്ങിയിട്ട് അത് നിർവഹിക്കാൻ സന്നദ്ധരാവാതിരുന്ന രണ്ട് കൂട്ടരാണത്. ഒന്ന്, അള്ളാഹുവിന്റെ ഏകത്വത്തെ തന്നെ തിരിച്ചറിയാതെ അവന് വിധേയപ്പെടാത്ത മുശ്രിക്കുകൾ, ബഹുദൈവത്വത്തിന്റെ ആളുകൾ. അള്ളാഹുവാണ് ചുമതല ഏൽപ്പിച്ചത്, പക്ഷെ അവരെപ്പോഴും പ്രതിബദ്ധത കാണിച്ചുകൊണ്ടിരിക്കുന്നത് വേറെ പലരോടുമാണ്. അതാണ് മുശ്രിക്കുകളുടെ പ്രത്യേകത. രണ്ടാമത്തത് ആരാണ്? മുനാഫിക്കുകളാണ്. അവര് അള്ളാഹിനെ അംഗീകരിച്ചിട്ടൊക്കെ ഉണ്ട് പ്രത്യക്ഷത്തില്, പക്ഷെ ചുമതല നിർവഹിക്കൂല, വീഴ്ച വരുത്തും. അവര് അതിൽ യാതൊരു ആത്മാർത്ഥതയും കാണിക്കൂല. പ്രത്യക്ഷത്തിൽ പല കാര്യങ്ങളും കൈക്കലാക്കാൻ വേണ്ടി മാത്രമാണ് അവര് എല്ലാം ഏറ്റു പറയുന്നത്, പക്ഷെ അതിൽ ആത്മാർത്ഥത കാണിക്കൂല. അപ്പൊ രണ്ട് വിഭാഗം ആളുകള്, ഒരു കൂട്ടർ മുസ്ലിം സമൂഹത്തിനകത്ത് തന്നെയാണുള്ളത്, അത് മുനാഫിക്കുകളാണ്. രണ്ടാമത്തത് മുശ്രിക്കുകളാണ്. അവർ അള്ളാഹിനെ തന്നെ അംഗീകരിച്ചിട്ടില്ല, അള്ളാഹിന്റെ ഏകത്വത്തെ തന്നെ ഉൾക്കൊണ്ടിട്ടില്ല, അവന് വിധേയപ്പെട്ടിട്ടില്ല. ഈ രണ്ടു കൂട്ടർക്കും ഈ അമാനത്ത് എന്ന ചുമതല നിർവഹണം വേണ്ട വിധത്തിൽ ചെയ്യാത്തതിന്റെ പേരിൽ നല്ല ശിക്ഷ കൊടുക്കുന്നതിന് വേണ്ടി തന്നെയാണ് നാം ഇങ്ങനെ ഒരു സംവിധാനം ചെയ്തു വെച്ചിട്ടുള്ളത് എന്നാണ് അള്ളാഹു പറയുന്നത്. ലിയുഅദ്ദിബ അല്ലാഹുൽ മുനാഫിഖീന വൽ മുനാഫിഖാത്ത്. ഇവിടെ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഒന്നും ഇല്ല കേട്ടോ. മുനാഫിക്കുകൾക്ക് എന്ന് പറഞ്ഞ കപടവിശ്വാസികൾക്ക്, അതേപോലെ കപടവിശ്വാസിനികൾക്കും, അതുപോലെ വൽ മുശ്രിക്കീന വൽ മുശ്രിക്കാത്ത്, ബഹുദൈവ വിശ്വാസികളും ബഹുദൈവ വിശ്വാസിനികളും രണ്ടു കൂട്ടർക്കും നല്ല ശിക്ഷ നൽകുന്നതിന് വേണ്ടിയാണ്. പിന്നെ ഒരു വശം കൂടി അതിൽ ബാക്കിയുണ്ട്. അതെന്താണ്? വയതൂബ് അല്ലാഹു അലൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. വിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും അള്ളാഹു അവരുടെ പശ്ചാത്താപം സ്വീകരിക്കുന്നതിന് വേണ്ടിയുമാണ്. അമാനത്താണല്ലോ, എത്ര നിർവഹിച്ചാലും കുറച്ചൊക്കെ പോരായ്ക ഉണ്ടാവും, അതിൽ വീഴ്ചകളൊക്കെ സംഭവിക്കും. പൂർണ്ണതയും അതുപോലെ കൃത്യതയും ഒന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല, വളരെ പെർഫെക്റ്റ് ആയിക്കൊള്ളണമെന്നില്ല. അപ്പോ വിശ്വാസികളുടെ കാര്യത്തില് എന്തെങ്കിലുമൊക്കെ പോരായികകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കാനും അവരുടെ പശ്ചാത്താപം സ്വീകരിക്കാനും കൂടി വേണ്ടിയാണിത്. വയതൂബല്ലാഹു അലൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വകാന അല്ലാഹു ഗഫൂറൻ റഹീമ. നിശ്ചയമായിട്ടും അല്ലാഹു ഏറെ പുറത്തു കൊടുക്കുന്നവനും കരുണയുള്ളവനുമാണ് എന്നാണ് തുറന്ന് അല്ലാഹു പറയുന്നത്. അതിഗംഭീരമായ, ഘനഗംഭീരമായ ഒരു ഉപസംഹാരമാണ് ഈ സൂറത്തിന് ഈ രണ്ടായത്തുകളിലായിട്ട് നൽകപ്പെട്ടത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏകദേശമൊക്കെ ഈ രണ്ട് ആയത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദാംശങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവെച്ച് കഴിഞ്ഞിട്ടുണ്ട്.
അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ സൂറത്തിന്റെ പഠനം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. ഈ സൂറത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം ചോദ്യങ്ങൾ പലരും പല ഘട്ടങ്ങളിലും ഉന്നയിച്ചിട്ടുള്ളത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് 1-2 ദിവസങ്ങൾ നമുക്ക് അതിനു വേണ്ടി മാറ്റിവെക്കാം. കൂടുതലായി വല്ല ചോദ്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ നാളെ നമ്മുടെ ചാറ്റ് ബോക്സിലൊക്കെ ആയിട്ട് പോസ്റ്റ് ചെയ്യാം. ഇൻഷാ അല്ലാഹ് ആ ചോദ്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കൂടി നിർവഹിച്ചുകൊണ്ട് ഈ സൂറത്തിന്റെ പഠനം നമുക്ക് അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്താം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.